നമ്മളൊരു മുസ്ലിങ്ങൾ ഹിന്ദുക്കൾക്കെതിരാകുന്നു, ഉണ്ണിമുന്തനെതിരാകുന്നു. കോംപ്രമൈസുകൾ ഒരുപാട് കാണിച്ചെന്ന പ്രവാചകനുള്ളൊരു മതമല്ലേ ഈ മതം. എന്തിനാ നമ്മൾ ആ പാവത്തിനെ ഉണ്ണിമുകുന്ദനെ നശിപ്പിക്കും? മാർക്കോ എന്ന മലയാള സിനിമ നേടിയ വലിയ വിജയത്തോടെ ഉണ്ണി മുകുന്ദൻ മലയാളത്തിലെ സൂപ്പർ നായകരുടെ നിരയിൽ ഇടം പിടിച്ചിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല ബോളിവുഡിലും മാർക്കോ തരംഗമായി മാറി. 100 കോടിയോളം നേടിയ ചിത്രത്തിന്റെ ഹിന്ദി കളക്ഷൻ മാത്രം വലിയ തുകയാണെന്നാണ് റിപ്പോർട്ട്. ഹിന്ദി പതിപ്പ് മാത്രമായി 12.41 കോടി രൂപയിലധികം മാർക്കോ നേടിയിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. നടൻ ഉണ്ണി മുകുന്ദനുമായി ബന്ധപ്പെട്ട് അന്തരിച്ച നടൻ മാമുക്കോയുടെ മകനും നടനുമായ നിസാർ നടത്തിയ ഒരു പ്രസ്താവന വിവാദമായി മാറിയിരുന്നു. ഒരുമ്പെട്ടവൻ എന്ന സിനിമയുടെ പ്രൊമോഷൻ പരിപാടിക്കിടെ നിസാർ പറഞ്ഞൊരു പ്രസ്താവനയാണ് ഏറെ ചർച്ചയായത്. ഉണ്ണി മുകുന്ദനെതിരെയും മാർക്കോ സിനിമയ്ക്കെതിരെയും നിസാർ രംഗത്ത് വന്നു എന്ന തരത്തിൽ പിന്നീട് വാർത്തകളും വന്നിരുന്നു. ഇങ്ങനെ ഉണ്ണി മുകുന്ദനെയും മാർക്കോ സിനിമയും നിസാർ മാമുക്കോയെ അധിക്ഷേപിച്ചു എന്ന ആരോപണങ്ങൾ കൊഴുക്കുന്നതിനിടെ വൈറലാവുകയാണ് നിസാർ ഡിസംബർ 25 സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച ഒരു വീഡിയോ. മാർക്കോ സിനിമ ഇറങ്ങിയ അതേ ദിവസം തന്നെ ഈ സിനിമയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള വീഡിയോ നിസാർ തന്റെ പേജുകളിൽ പങ്കുവച്ചിരുന്നു. വീഡിയോ പങ്കുവച്ച് നിസാർ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ ഡിസംബർ 25 ഞാൻ പോസ്റ്റ് ചെയ്ത വീഡിയോയാണ് ഇത്. ഇത്ര വ്യക്തമായി പറഞ്ഞിട്ടും ഒരു സാമൂഹ്യ ബോധവുമില്ലാതെ എന്നെ തേച്ചൊട്ടിക്കാൻ വരുന്ന മുത്തുമണികൾക്ക് ഞങ്ങൾ വീണ്ടും ഇത് ഇവിടെ ഒട്ടിച്ചു വെക്കുന്നു. ഈ പേജിൽ 25 ഡിസംബർ 24 ഈ വീഡിയോ കാണാം കേട്ടോ. ഞമ്മളെ വെറുതെ വിടരുത്. കാലമൊന്നും തിരുത്താതെ പോയിട്ടില്ല കേട്ടോ. മാർക്കോ താൻ കണ്ടില്ല എന്നും നല്ല സിനിമയാണെന്ന് കേൾക്കുന്നുവെന്നും പ്രേക്ഷകരെല്ലാം ആ സിനിമയെ പ്രോത്സാഹിപ്പിക്കണം. ഉണ്ണി മുകുന്ദന്റെ ആദ്യ സിനിമയായ മല്ലു സിംഗ് താൻ കണ്ടിരുന്നു. ഉണ്ണി വളരെ നന്നായി അഭിനയിക്കുന്ന നല്ലൊരു ചെറുപ്പക്കാരനാണ്. മാളികപ്പുറം എന്ന സിനിമയും ജയ് ഗണേഷ് എന്ന സിനിമയും വളരെ നല്ലതാണ്. താരങ്ങൾക്ക് രാഷ്ട്രീയമുള്ളത് നല്ല കാര്യമാണ്. പ്രേക്ഷകർ രാഷ്ട്രീയം നോക്കി സിനിമ കാണരുതെന്നും സിനിമ നല്ലതാണെങ്കിൽ പ്രോത്സാഹിപ്പിക്കണമെന്നും നിസാർ അന്നിട്ട വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ മാമുക്കോയുടെ മകനാണ്. ഒരു സിനിമയുടെ റിവ്യൂ പറയാൻ വന്നതാണ്. ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ നാട് മുഴുവൻ പറയുന്നു ആ സിനിമ ഗംഭീര സിനിമയാണെന്ന്. എല്ലാവരും പറയുന്നു ടിക്കറ്റ് കിട്ടാനില്ല, ഒരുപാട് ദിവസത്തേക്ക് ബുക്കിംഗ് ആണെന്ന്. അത് കേൾക്കുന്നത് വലിയ സന്തോഷമാണ്. കാരണം ഈ ഇൻഡസ്ട്രി നിലനിൽക്കാനുള്ള ഒരു കാരണമാണത്. 150 പേർ ജോലി ചെയ്യുന്ന ഒരു കാര്യമാണ് സിനിമ. അത്രയും കുടുംബം ഇതുമൂലം ജീവിക്കുന്നുണ്ട്. ഈ സിനിമ വിജയിച്ചു കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ വീണ്ടും സിനിമ ചെയ്യും. അപ്പോൾ വീണ്ടും ആളുകൾ അത് കാണും. ഞാൻ പറഞ്ഞു വന്നത് മാർക്കോ എന്ന സിനിമയെക്കുറിച്ചാണ്. ഉണ്ണി മുകുന്ദനാണ് ഹീറോ. ഉണ്ണി മുകുന്ദന്റെ കുറേ സുഹൃത്തുക്കളെ എനിക്ക് പരിചയമുണ്ട്. ഉണ്ണി മുകുന്ദൻ ഒരു മഹാപാവമാണെന്ന് ഞാൻ അറിഞ്ഞത്. ഞാൻ ഉണ്ണി മുകുന്ദനെ നേരിട്ട് കണ്ടിട്ടില്ല. ഉണ്ണി വളരെ നല്ലൊരു സ്വഭാവമുള്ള ചെറുപ്പക്കാരനാണ്. ചില കാര്യങ്ങൾക്ക് സുരേഷ് ഏട്ടൻ പറയുന്നത് പോലെ മറുപടി പെട്ടെന്ന് പറഞ്ഞു പോകുന്ന വിഷയങ്ങളെയൊക്കെ ഉണ്ടാകും. ഉണ്ണി ഒരു സിനിമ അഭിനയിച്ചിരുന്നു, മല്ലു സിംഗ്. അതൊരു വല്ലാത്ത സിനിമയായിരുന്നു. ഒരുപാട് ആളുകൾ ആസ്വദിച്ച സിനിമയാണ് മല്ലു സിംഗ്. അത് സത്യമാണ്. അന്നൊരു സംസാരം കേട്ടിരുന്നു, ഒരുപാട് ആളുകൾ ഉണ്ണിയുടെ മുന്നിൽ നിന്നും മാറി നിൽക്കേണ്ടി വരുമെന്ന്. അതുകഴിഞ്ഞ് മാളികപ്പുറം വന്നപ്പോൾ ഉണ്ണി അതിനേക്കാൾ കയറിപ്പോയി. പിന്നീട് ജയ് ഗണേഷ് അങ്ങനെ വലിയൊരു വിജയം നേടിയില്ല. ഞാനും ജാഫ്രിക്കയും ഒക്കെ അഭിനയിച്ച ഒരുമ്പെട്ടവൻ എന്ന സിനിമ റിലീസാവുകയാണ്. സിനിമയുടെ പ്രൊമോഷൻ സമയത്ത് സംസാരിച്ചപ്പോൾ ഉണ്ണി മുകുന്ദന്റെ രാഷ്ട്രീയം പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. അതിനെ മറ്റൊരു രീതിയിൽ പറയുമ്പോഴേ പ്രശ്നമുള്ളൂ. അപ്പോൾ നിന്റെ വാപ്പ അങ്ങനെ പറഞ്ഞില്ലേ, മറ്റവൻ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊന്നും പറയരുത്. സിനിമ മതപരമായിട്ട് കാണരുത്. സിനിമ നിങ്ങൾക്ക് കാണണ്ട എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സിനിമ വേണ്ട. അത് കാണാൻ ആഗ്രഹിക്കുന്ന ഒരു സമൂഹമുണ്ട്, അവർ കണ്ടോട്ടെ. സിനിമ നശിപ്പിക്കുന്നത് കൊണ്ടൊന്നും ആർക്കും ഒരു നേട്ടവും കിട്ടില്ല. നല്ല മനസ്സിന്റെ ഉടമകൾക്കേ നല്ലത് പറയാൻ പറ്റുകയുള്ളൂ. ദോഷമായിട്ട് പറയുകയാണെങ്കിൽ ഹാർപിക് വാങ്ങുക, അത് കുറച്ച് ഒഴിച്ചു കുടിക്കുക, മനസ്സൊക്കെ ഒന്ന് കഴുകി ആ കറ കളയുക. മാർക്കോ എന്ന സിനിമ ഒരുപാട് ആളുകൾ നല്ല അഭിപ്രായം പറഞ്ഞ സിനിമയാണ്. അതൊരു പാൻ ഇന്ത്യൻ ലെവലിലുള്ള സിനിമയാണ്. ഉണ്ണി മുകുന്ദൻ ഇതോടുകൂടി രക്ഷപ്പെടും. ഈ സിനിമ നല്ല സിനിമയാണെന്ന് കേൾക്കുന്നു. ഉണ്ണി മുകുന്ദന്റെ സ്വഭാവം നല്ല സ്വഭാവമാണ്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തെപ്പറ്റി ആരും ചിന്തിക്കേണ്ട. ഞാൻ മതേതരത്തിൽ വിശ്വസിക്കുന്ന ആളാണ്. വർഗീയത കുപ്പത്തൊട്ടിയിൽ 1000 വട്ടം എറിയണമെന്ന് ഞാൻ പറയും. പക്ഷെ ഉണ്ണി മുകുന്ദൻ എന്ന വ്യക്തിയോട് ദേഷ്യം പിടിച്ച് ഓരോന്ന് പറയുമ്പോൾ ആ സിനിമ നശിച്ചു പോകും. സിനിമ കാണാതെ അത് ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തിനാണ് ഇങ്ങനെ പറയുന്നത്? അയാൾ നശിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എന്താണ് ലാഭം കിട്ടുന്നത്? അതിന്റെ പ്രൊഡ്യൂസറും സംവിധായകനും ആരാണെന്ന് നിങ്ങൾക്കറിയില്ലേ? ഉണ്ണി മുകുന്ദന്റെ രാഷ്ട്രീയം എന്തായാലും മാർക്കോ എന്ന സിനിമ പൊളിയാൻ പാടില്ലാന്ന് ഞാൻ പറഞ്ഞത് കട്ട് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ വേറൊരു തരത്തിൽ ഇടുകയാണ്. എന്നോട് ചോദിച്ചത് മാർക്കോ പോലുള്ള വലിയൊരു സിനിമ നിൽക്കുമ്പോൾ, അല്ലെങ്കിൽ ലാലേട്ടന്റെ ബെറോസ് എന്ന സിനിമ വരുന്നു, അതിനിടയിൽ ഇതുപോലൊരു ചെറിയ സിനിമ ഇല്ലാണ്ടായി പോകില്ലേ എന്നാണ്. ജാഫറിക്കയോട് ചോദിച്ചപ്പോൾ ജാഫറിക്ക പറഞ്ഞത് മാർക്കോയും വിജയിക്കണം, എല്ലാ സിനിമയും വിജയിക്കണം എന്നാണ്. മാർക്കോ കീർക്കോ എന്ന് ജാഫറിക്കയുടെ ഒരു ശൈലിയിൽ പറഞ്ഞതാണ്. മാർക്കോ നല്ല സിനിമയെന്ന് 10,000 ആൾ പറയുന്നുണ്ട്. ഞാൻ കാണാൻ ശ്രമിച്ചിട്ട് ടിക്കറ്റ് കിട്ടുന്നില്ല. ഞാൻ കാണുക തന്നെ ചെയ്യും. സിനിമയെ സ്നേഹിക്കുന്നവർ ഉണ്ണി മുകുന്ദന്റെ സിനിമ കാണണം.
ഉണ്ണിമുകുന്ദൻ എന്ന പാവത്തെ നശിപ്പിക്കരുത്. ആ സിനിമയെ നശിപ്പിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാണ്? ഒരു സിനിമാ സെറ്റിൽ എല്ലാ മതജാതിക്കാരുമുണ്ട്. എന്നെ ഹിന്ദുവിന്റെ ശത്രുവാക്കാൻ നോക്കണ്ട. ഞാൻ മാമുക്കോ എന്ന നല്ല ബ്രാൻഡിൽ ജനിച്ചതാണ്. മതവികാരവും വർഗീയതയും എന്താണെന്ന് എനിക്ക് വ്യക്തമായി അറിയാം. ഞാൻ ഈ വർഗീയതയൊക്കെ കുറേ കണ്ടതാ. എന്നെ ഉണ്ണിമുകുന്ദന്റെ ശത്രുവാക്കാനോ മാർക്കോ സിനിമയുടെ ശത്രുവാക്കാനോ നോക്കണ്ട. അത് നടക്കില്ല. മാർക്കോ നല്ല സിനിമയാണ്. എല്ലാവരും പോയി കാണണം, പ്രോത്സാഹിപ്പിക്കണം. മനസ്സിന്റെ കണ്ണുകൊണ്ട് സിനിമ കാണണം. അതിലെ നല്ല സന്ദേശങ്ങൾ മനസ്സിലേക്ക് എടുക്കണം, നിസാർ ആ വീഡിയോയിൽ പറയുന്നു. അതിനിടെ ഉണ്ണിമുകുന്ദനെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവെച്ച് ബിഗ് ബോസ് മലയാളം വിജയും സംവിധായകനുമായ അഖിൽ മാരാറും എത്തിയിരുന്നു. 2014 ഇടപ്പള്ളിയിലെ ഒരു വീടിന്റെ 2ാം നിലയിൽ ആദ്യമായി ഞാൻ ഉണ്ണിയെ കാണുമ്പോൾ ആ വീടിന്റെ ഭിത്തിയിൽ സൂപ്പർമാനും ബ്രൂസ് ലീയും ജാക്കി ചാനും ഒക്കെയായിരുന്നു. 10 വർഷം പിന്നിടുമ്പോൾ പാൻ ഇന്ത്യൻ ലെവലിൽ ഹിറ്റടിച്ച ഒരു ചിത്രത്തിന്റെ ആക്ഷൻ ഹീറോ. വീടിന്റെ ഭിത്തിയിലല്ല, പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം പിടിച്ച ആക്ഷൻ ഹീറോയായി ഉണ്ണി മാറിയിരിക്കുന്നു. കയറ്റവും ഇറക്കവുമായിരുന്നില്ല ഉണ്ണിയുടെ കരിയർ. പരാജയങ്ങളുടെ പടുകുഴിയിൽ നിന്നും ഒറ്റയ്ക്ക് പടവെട്ടി കയറിയവന്റെ ആത്മധൈര്യവും ശുഭാപ്തി വിശ്വാസവുമാണ് ഉണ്ണിയുടെ വിജയം. മുന്നോട്ടുള്ള യാത്രയ്ക്ക് എല്ലാവിധ ആശംസകളും എന്നാണ് അഖിൽ മാരാർ കുറിച്ചത്.